നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇന്ത്യ എന്ന് ഫുട്ബോൾ ലോകകപ്പ് കളിക്കുമെന്ന ചോദ്യം ആരാധകർ ഏറെക്കാലമായി ചോദിക്കുന്നതാണ്. എന്നാൽ ഇതിന് ഉത്തരം പറയാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ അഭിമാനമായി, കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി ഒരു മലയാളി താരം ഇതാ ലോകകപ്പിൽ പന്ത് തട്ടാൻ പോവുകയാണ്. ഖത്തർ ടീമിന് വേണ്ടി ബൂട്ടണിയാൻ പോകുന്നത് വളപട്ടണം സ്വദേശിയായ തക്സിൻ മുഹമ്മദ് ജംഷീദാണ്. അദ്ദേഹം ഖത്തറിൽ ജനിച്ചു വളർന്ന താരമാണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബ വേരുകൾ ഇപ്പോഴും കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്താണുള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തേടിയാണ് സമയം മലയാളം ടീം ഇന്ന് വളപട്ടണത്തേക്ക് എത്തിയിരിക്കുന്നത്. ജാതിയും നിറവും വർണ്ണവുമില്ലാതെ ഫുട്ബോൾ മൈതാനങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു ജനതയാണ് വളപട്ടണത്തുള്ളത്. തക്സിൻ ഖത്തർ ലോകകപ്പിൽ പന്ത് തട്ടുമ്പോൾ എങ്ങനെ അവന്റെ ആരവങ്ങളെ വരവേൽക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആൾക്കൂട്ടമെല്ലാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. തക്സിന്റെ ഫുട്ബോൾ മത്സരങ്ങളെ ആവേശപൂർവ്വം വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പദ്ധതികൾ വരയുന്നത്. കട്ടൗട്ടുകളും ഫ്ലെക്സുകളുമെല്ലാമായി വളപട്ടണത്ത് ഇതിനോടകം തക്സിൻ മയമായി കഴിഞ്ഞു. ഇനി തക്സിന്റെ ഗോളടി മേളത്തിന്റെ കാത്തിരിപ്പാണ് ഇവർക്കെല്ലാം ഉള്ളത്. തക്സിൻ ഖത്തർ ലോകകപ്പിൽ എത്രത്തോളം മിന്നും, പ്രതീക്ഷകൾ എന്തെല്ലാമാണ്, എല്ലാ വിശേഷങ്ങളും വളപട്ടണത്തെ ഈ ഫുട്ബോൾ ആരാധകരോട് ചോദിച്ചറിയാം. ഏറെ സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. വളപട്ടണത്തിൻ്റെ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് തഹസിൻ മുഹമ്മദിൻ്റെ ഖത്തർ ടീമിലേക്കുള്ള അരങ്ങേറ്റം. എത്രത്തോളം ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷയും പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷത്തിലാണ് ഉള്ളത്. നാലുവറും ഫ്ലക്സും കാര്യങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇന്നത്തെ പരിപാടി ആലോചിച്ചിട്ട് തന്നെ ഉറക്കം ശരിക്കും കിട്ടിയില്ല. ആ തിരക്ക് തന്നെ പറയാണ്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഫാദറിനെ കണ്ടിരുന്നു അവിടെ ഇരുന്ന സമയത്ത്. പഴയ ഒരു യൂണിവേഴ്സിറ്റി പ്ലെയറും കൂടിയായിരുന്നു ജംഷീദ്. നന്നായിട്ട് അറിയാവുന്നതാണ്. അവരുടെ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരെ വീട്ടിൽ പോയി അവരെ എല്ലാവരോടും ഞങ്ങളുടെ ക്ലബിൻ്റെയും ടൗൺ സ്പോർട്സ് ക്ലബിൻ്റെയും ഞങ്ങളുടെ ആൾക്കാരുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ തഹസിൻ്റെ ഈ അരങ്ങേറ്റം, ഈ തഹസിൻ്റെ ഈ രംഗപ്രവേശനം, ഖത്തർ ഫുട്ബോളിലേക്കുള്ള വേൾഡ് കപ്പിൽ കളിക്കാനുള്ള അരങ്ങേറ്റം, രംഗപ്രവേശനം ഞങ്ങളുടെ നാട്ടിലുള്ള ഭാവി തലമുറകൾക്ക് ഒരു പ്രചോദനമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇവിടെ തഹസിനെ ആഘോഷിക്കുകയാണ്. വളപട്ടണം എന്ന് പറയുന്നത് കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ലമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന വളപട്ടണം പഞ്ചായത്ത് മിനി ഗ്രൗണ്ട്. ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും വാശിയേറിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫ്ലഡ് ലിറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ടൗൺ സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് തഹസിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശത്തുകാരനായ കളിക്കാരൻ വേൾഡ് കപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമുക്ക് വളരെ പ്രധാനമായിട്ട് ആവശ്യപ്പെടാനുള്ളത്, ഇതൊരു ചെറിയ വിഷയമല്ല. തഹസിൻ എന്ന് പറയുന്ന ഒരു സാധാരണ പയ്യൻ എന്ന് പറയാം. അത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തുക, ഫുട്ബോൾ കളിയുടെ, കാൽപന്ത് കളിയുടെ നെറുകയിലെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വളപട്ടണത്തുകാർക്ക് മാത്രമല്ല, കണ്ണൂരും പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയും, ഇന്ത്യക്ക് വെളിയിലും ഒക്കെയും ആഘോഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്, കേരള സർക്കാരിനോട് ഇതൊരു കേരള ആഘോഷമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന ഒരു അഭ്യർത്ഥന ഈ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അത് നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലും പ്രത്യേകിച്ചും കേരള ഗവൺമെൻറ്റിൻ്റെ മുന്നിലും ഈ വിഷയം എത്തിക്കണം. ഇതൊരു ഒരു സംസ്ഥാന ആഘോഷമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം. അതിന് മുഖ്യമന്ത്രിയോട്, ബന്ധപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർമാരോടും നമ്മൾ ഇത് അപേക്ഷിക്കുകയാണ്. തഹസിനിൽ കൂടി കേരളവും പ്രത്യേകിച്ച് വളപട്ടണവും ലോകം അറിയാൻ പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ്. തീർച്ചയായും തഹസിൻ ജയിക്കുക അല്ലെങ്കിൽ ഖത്തർ ജയിക്കുക എന്നതല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളം വിജയിച്ചിരിക്കുന്നു. തഹസിൻ്റെ വേൾഡ് കപ്പിലുള്ള രംഗപ്രവേശനത്തോടു കൂടി കേരളം എന്ന് പറയുന്ന ഈ ഒരു സ്പോർട്സിൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു പ്രദേശത്തിന്, പ്രത്യേകിച്ചും വളപട്ടണത്തിന്, നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നതാണ്
ഇതിൽ കൂടി നമുക്ക് കാര്യമായിട്ടും പറയാനുള്ളത്. തക്സിൻ ഇത്തവണ എത്ര ഗോൾ നേടുമെന്ന് ഉള്ളതല്ല കാര്യം. തക്സിൻ കേരളത്തിന്റെ പ്രതീക്ഷയാണ്, യുവജനങ്ങളുടെ പ്രതീക്ഷയാണ്. ഇതാ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ നാട്ടിലെ ചില പ്രമുഖർ നമ്മോടൊപ്പം ചേരുകയാണ്. ഞാൻ ജംഷിറ VKC വളവട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വളവട്ടണം ഗ്രാമപഞ്ചായത്ത് എന്നൊരു ചെറിയൊരു പഞ്ചായത്തിനെ വാനോളം ഉയർത്തുന്ന രീതിയിൽ നമ്മുടെ തഹസീൻ എത്തിച്ചിരിക്കുക എന്നതിൻ്റെ വലിയൊരു സന്തോഷം. ഈ ഒരു ഗ്രാമം ഒട്ടാകെ ഒന്നടങ്കം ഒന്നിച്ച് ഇത് ആഘോഷിക്കുക എന്നതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിനു മുമ്പ് നിങ്ങളോട് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായും ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിലും അതിൻ്റെ വലിയൊരു സന്തോഷം നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പങ്കുവെക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വലിയൊരു നേട്ടത്തിന്. ഞാൻ അലിയർ തഷഫ്, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററും വളവട്ടണം ടൗൺ സ്പോർട്സ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറിയുമാണ്. തഹസിൻ മുഹമ്മദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്. നമുക്കെന്ന് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അതോടൊപ്പം തന്നെ 140 കോടി ഇന്ത്യക്കാർക്കും ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് തഹസിൻ മുഹമ്മദ്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പം കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമാണ്. അരങ്ങേറ്റ മത്സരം എവിടെ തുടങ്ങുന്നു എന്നുള്ളത് കാണുവാനും അദ്ദേഹം അടിക്കുന്ന ഗോളുകൾ എത്രയാണ് എന്ന് അറിയുവാനും വേണ്ടിയാണ് ഞങ്ങളുടെ ആകാംക്ഷയും ഉദ്യോഗവും ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മറ്റെല്ലാം തന്നെ ഇവിടുത്തെ മീഡിയകൾ കഴിഞ്ഞ 2-3 ദിവസമായി ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് ജനുവരിയിൽ തന്നെ ഞങ്ങൾ നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ മുഴുവൻ ഫ്ലക്സുകളും തഹസിൻ മുഹമ്മദിൻ്റെ പേരിലായിരുന്നു ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. അന്ന് തൊട്ടേ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രൊമോഷൻ നൽകി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് തഹസിൻ്റെ അരങ്ങേറ്റവും അദ്ദേഹത്തിൻ്റെ ഗോളുകളും. ഞാൻ LV മുഹമ്മദ്, കണ്ണൂർ കാർഷിക വ്യവസായ ബാങ്കിന്റെ പ്രസിഡന്റാണ്. തഹസിൻ വളവട്ടണ സ്വദേശിയാണ്. ജൂൺ 11 അമേരിക്കയിലും അതുപോലെ കാനഡയിലും മെക്സിക്കോയിലും എല്ലാം നടക്കുന്ന ലോക ഫുട്ബോളിൽ ഏഷ്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ടീമായ ഖത്തറിനെ പ്രതികരിച്ചുകൊണ്ട് ഖത്തറിന്റെ ജേഴ്സി അണിയിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ വളവട്ടണത്തിന്റെയും കണ്ണൂരിന്റെയും കേരളത്തിന്റെയും സർവോപരി ഇന്ത്യയുടെയും അഭിമാന താരമായി ഇതിനകം തന്നെ തഹസിൻ ഉയർന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. തക്സിന്റെ വിശേഷങ്ങൾ അന്വേഷിച്ച് വളവട്ടണത്തേക്ക് എത്തിയ ഞങ്ങൾക്ക് ഒരു പരിചിതമായ മുഖത്തെ കാണാൻ സാധിച്ചു. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. ഒരുപക്ഷെ മലയാള നോവലിസ്റ്റ് രംഗത്ത് അല്ലെ കഥാരംഗത്ത് എല്ലാവർക്കും സുപരിചിതമായ പേരാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റേത്. ഫുട്ബോളിൻ്റെ കളിവിശേഷങ്ങൾ പങ്കുവെക്കാൻ അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. തഹസിൻ്റെ ഈ ഒരു അരങ്ങേറ്റം അല്ലെങ്കിൽ ഈ പ്രവേശനം വളവട്ടണത്തെ സംബന്ധിച്ചോളം ഒരു വലിയ അഭിമാനത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ്. നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളപട്ടണം എന്ന് പറയുന്നത് ഒരു വലിയ ചരിത്ര സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ്. പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ അകത്ത് ഉള്ള വളരെ പ്രമുഖരായ ആളുകളുടെ ഒരു സ്ഥലം കൂടിയാണ്. മാത്രമല്ല സ്പോർട്സ്, സംഗീതം, സാഹിത്യം ഇതൊക്കെ ചേർന്നുള്ള വളരെ കുലപതികളായ മനുഷ്യർ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം തഹസീൻ്റെ ഒരു വലിയ വിജയമായി അദ്ദേഹം തിരിച്ചു വരട്ടെ. നമുക്ക് അതിനുവേണ്ടി ഇവിടുത്തെ വളവണ്ണത്തെ ഓരോ മനുഷ്യരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം, ഉത്കണ്ഠ എല്ലാം ഈ നിമിഷങ്ങളിലുണ്ട്. തക്സിൻ ഇത്തവണ ഖത്തർ ടീമിനൊപ്പം പന്ത് വെട്ടാൻ ഇറങ്ങുമ്പോൾ അതിൽ അഭിമാനിക്കുന്ന ഒരു കൂട്ടുകാരൻ വളപട്ടണത്തുമുണ്ട്, മിസ്റ്റർ നാസിൽ. തക്സിനൊപ്പം ഫുട്ബോൾ കളിച്ചിട്ടുള്ള താരമാണ് നാസിൽ. തക്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അദ്ദേഹത്തിന്റെ കളി മികവിനെ കുറിച്ചും നാസിൽ തന്നെ നമ്മളോട് സംസാരിക്കും. അവന്റെ ഒരു ചെറിയ പ്രായത്തിലാണ് അവനിവിടെ ഉണ്ടായത്. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ടൂർണമെന്റ് നടത്തുന്നുണ്ട് ഈ സെയിം ഗ്രൗണ്ടിൽ. അപ്പോൾ ഇവിടുന്ന് കീപ്പർ എടുത്തുനിന്ന് ബോൾ വാങ്ങിച്ചിട്ട് അവൻ തന്നെ സ്പീഡിൽ റൺ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് സ്കോർ ചെയ്യും. അപ്പോൾ അവൻ്റെ ഏജിലുള്ള ആൾക്കാരല്ല അവൻ്റെ കൂടെ കളിക്കുക. അവനാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്.
അവൻ്റെ ഒപ്പം ഓടിയിട്ടും അവൻ്റെ സ്പീഡിന് എത്തിയും മറ്റു പ്ലെയർ അന്നേരം ആ ഒരു ഇതിൽ ഉണ്ടായിട്ടില്ല ശരിക്കും. അന്നേരമാണ് അവനക്ക് ഒരു ട്രോഫിയും ഒരു ചെറിയ ക്യാഷ് പ്രൈസ് ആയിട്ട് ഇവിടുന്ന് കിട്ടിയത്. ഇവിടത്തെ ഒരു കളി ഇതിൽ നിന്നാണ് തക്സിന്റെ വളർച്ച എന്ന് തന്നെ പറയാം അല്ലേ? ടൈസിന് അവന് ഇവിടുന്ന് വന്നാൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കൂ, അപ്പുറം കളിക്കൂ. ആ അപ്പോൾ ഓൻ വന്നതിനാൽ കൊല്ലത്തിൽ രണ്ട് മാസം വെക്കേഷൻ ടൈമേ വരത്തുള്ളൂ. ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, ഇവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ? 19 വയസ്സുള്ള ഇത്ര ഒരു നേട്ടം എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ ആദ്യത്തെ മലയാളിയാണ് തക്സിൻ അല്ലേ? ഈ പ്രാവശ്യത്തെ തക്സിന്റെ ഒരു പ്രതീക്ഷകൾ എത്ര ഗോൾ അടിക്കുമായിരിക്കും? എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? തായസിനെ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് തായസിന് കൺഫേം ആണ് അത് ഓന വല കുലുക്കും, ഉറപ്പായിട്ട് കുലുക്കും. അത് ഓനക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ വല കുലുക്കും, അതിലൊരു സംശയമില്ല. അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്. അവന്റെ ഓരോ കളിയിൽ ഇപ്പൊ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനോടകം ക്ലബിന് വേണ്ടിയിട്ട് ഗോളുകൾ നേടിയിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. അതേ പ്രകടനം നമുക്ക് ലോകകപ്പിലും അദ്ദേഹം ആവർത്തിക്കും. തീർച്ചയായും അതിനെക്കാട്ടിയും നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. മുൻ KSRTC ഫുട്ബോൾ താരവും വളവട്ടണത്തിന്റെ ഫുട്ബോൾ കോച്ചുമാരിൽ പ്രശസ്തനുമായ ജോഹറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം തൻ്റെ വളവട്ടണത്തെ ഫുട്ബോൾ കളികളെക്കുറിച്ചും ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ചും തക്സിനെ കുറിച്ചും എല്ലാം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ വളവട്ടത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. ആവാലവൃതം ജനങ്ങൾ, കൊച്ചുകുട്ടികൾ മുതൽ വളരെ എത്ര പ്രായമായ ആൾക്കാർ പോലും രാത്രിയായാലും ഒന്നും നോക്കാതെ കളി കാണാനും എല്ലാവിധ പ്രോത്സാഹനങ്ങളും കുട്ടികൾക്ക് നൽകാനും കൂടി വരുന്ന ജനങ്ങളാണ് വളവട്ടത്തുള്ള ആൾക്കാർ. ഈ തഹസീൻ മുഹമ്മദ് ഞാനിവിടെ ക്യാമ്പ് നടത്തുന്ന സമയത്ത് ക്യാമ്പിലുണ്ടായിരുന്നില്ല. അവൻ്റെ പിതാവും ആൾക്കാരും ലീവിൽ വരുന്ന സമയത്ത് കളിക്കാൻ നാസിലിനെ പോലെയുള്ള കുട്ടികൾ എൻ്റെ ക്യാമ്പിലുള്ള നാസിലുണ്ടായിരുന്നു. നാസിലൊക്കെ വരുന്ന ആൾക്കാർ സമയത്തേക്ക് വരാറുണ്ടായിരുന്നു, കളിക്കും, അങ്ങനെ പോകും. പക്ഷേ ഓരോരോ ആൾക്കാർ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ ടാലൻ്റുള്ള കുട്ടികളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ തഹസീൻ ഇതുപോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തഹസീലിന് കിട്ടിയത് ആണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. അവൻ്റെ പിതാവ് അവനെ പിന്തുടർന്ന് അവന് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ട് വളരെ നല്ല ഉന്നതിയിലേക്ക് എത്തിക്കാനും അവർക്ക് ഇന്ന് ഏക ഒരു സന്തോഷം, ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് മാറാനും അതിന് ഒരു സാധിക്കാൻ കഴിഞ്ഞതും വലിയൊരു സഹായം തന്നെ അവൻ്റെ പിതാവ് ജംഷി ചെയ്തിരുന്നത്. ഖത്തറിൽ ജനിച്ചു വളർന്ന താരമാണ് തക്സിൻ. പക്ഷേ എല്ലാ അവധിക്കാലത്തും അവൻ നമ്മുടെ ഈ നാട്ടിലേക്ക് വരികയും ഈ പുറകിൽ കാണുന്ന മൈതാനത്ത് പന്ത് തട്ടുകയും ചെയ്തിട്ടുണ്ട്. അവൻ്റെ കളിയും വളർച്ചയും കണ്ട ചിലർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അവരോട് തക്സിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ തഹസിൻ്റെ അമ്മാവനാണ്. തഹസിൻ എല്ലാ വെക്കേഷനിലും ഇവിടെ വരാറുണ്ട്. ഈ ഗ്രൗണ്ടിൽ വെച്ച് കളിക്കാറുണ്ടായിരുന്നു. അവൻ ചെറുപ്പം മുതലേ ഫുട്ബോളായിട്ട് ഭയങ്കര അറ്റാച്ചുള്ള ഒരാളായിരുന്നു. എല്ലാ സമയത്തും കൂടെ ഒരു പന്തുണ്ടാവും. അവൻ അത്രയും എഫേർട്ട് ഇട്ടു, അവൻ അത്രയും ഹാർഡ് വർക്കും ചെയ്തു. പിന്നെ അവൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും കൊണ്ട് ഇവിടെ മുമ്പൊക്കെ ഈ ഗ്രൗണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, ഇതൊരു വയൽ പ്രദേശമായിരുന്നു. ഇവിടെ വന്നിട്ട് അവൻ പന്ത് തട്ടാറുണ്ടായിരുന്നു എല്ലാ വെക്കേഷനിലും വന്നിട്ട്. പിന്നെ ഇത്രയും ഉയരത്തിലെത്തിയത് സർവസ്തുതി ദൈവത്തിനോട് പറയും. എന്നെ ഉയരങ്ങളിലെത്തിട്ട് അവൻ ആശംസിക്കുന്നു. അവൻ ബോണിൻ ടാലൻ്റ് ആണ്. ഇവിടെ വന്ന് കളിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതിനപ്പുറം നമ്മൾ ഈ നാട്ടുകാരും അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പറയാറുള്ളത്. അവനിവിടെ കളിച്ചു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അഭിമാനം. അവൻ ബോണിൻ ടാലൻ്റ് ആണ്. അവൻ്റെ ഉപ്പാൻ്റെ സപ്പോർട്ട്, അവൻ്റെ ഡെഡിക്കേഷൻ, ഇതൊറ്റ കാര്യം കൊണ്ടാണ് അവൻ ഇപ്പം ഇത്രയും ഉയരത്തെത്തിക്കുന്നത്. ഇത് തീർച്ചയായും നമ്മൾ നാട്ടുകാർക്കും നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. അപ്പോ തക്സിൻ ഇത്തവണത്തെ ലോകകപ്പിൽ പൊളിക്കില്ലേ? എന്തൊരു ഉത്സാഹക്കുറവ്, പൊളിക്കില്ലേ? അതെ, ഈ കുരുന്നുകൾ പറയുന്ന പോലെ തന്നെ തക്സിൻ ഇത്തവണത്തെ ലോകകപ്പിൽ തകർത്താടട്ടെ. അതുകൊണ്ട് മലയാളികളായ നമുക്കും അഭിമാനിക്കാം.